Mindtrend FX. Your journey to mastering the markets begins now. Hi everyone, it's me Rahul. Welcome to Mindtrend FX, my YouTube channel. So, വീഡിയോ ലേറ്റായി ഇപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും വീഡിയോ കാണുന്നത്. സോറി, ബിക്കോസ് ലാസ്റ്റ് നൈറ്റ് ഞാൻ ഗ്രൂപ്പിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ആക്റ്റീവ് അല്ലായിരുന്നു. ബിക്കോസ് മൈ ഹെൽത്ത് ഈസ് നോട്ട് വെൽ, ദാറ്റ്സ് വൈ അതാണ് ഈ വീഡിയോ ചെയ്യാനും ലേറ്റ് ആയത്. ഓക്കെ, സോറി ഫോർ ദാറ്റ്. ആൻഡ് സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ വീണ്ടും ലാസ്റ്റ് 6 days ആയിട്ട് മാർക്കറ്റ് ഈസ് ഇൻ കൺസോൾട്ടേഷൻ അല്ലേ. മാർക്കറ്റ് രാവിലെ മുകളിൽ ഓപ്പൺ ചെയ്യുന്നു, വീണ്ടും താഴെ വരുന്നു, കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, മുകളിൽ ഓപ്പൺ ചെയ്യുന്നു, താഴെ വരുന്നു, കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. സെയിം തിങ് ടുഡേ ഓൾസോ ഹാപ്പൻ. മുകളിൽ ഓപ്പൺ ചെയ്തു, താഴെ വന്നു, കൺസോൾട്ടേറ്റ് ചെയ്തു, ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നു. സോ ആൻഡ് 26,000 എന്ന ആ റേഞ്ച് മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ല. താഴോട്ട് ഒരു 900 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീഴുന്നതുമില്ല അല്ലേ. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. 900 അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു, 26,000 അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു അല്ലേ. 26,000-നും 9,000-നും ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ നമുക്ക് ആസ് എ ഓപ്ഷൻ ബയർ വി കാൺ ട്രേഡ് ഇൻ ദിസ് മാർക്കറ്റ് ബിക്കോസ് നമ്മുടെ ഓപ്ഷൻ പ്രീമിയം മെൽറ്റ് ആവും. സോ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊരു മൂവ്മെൻറ്റ്, ഒരു അഡ്വാൻസ് മൂവ്മെൻറ്റ് കിട്ടത്തില്ല. സോ നമുക്ക് 26,000 മുകളിലോട്ട് ഒരു സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നത് വരെയോ 25,900 താഴോട്ട് ഈ ഒരു റേഞ്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നവരെയോ നമുക്കിനി ട്രേഡ് നിഫ്റ്റിയിൽ എടുക്കാതെ മാറി നിന്ന് നിഫ്റ്റീനെ നോക്കുക എന്ന് മാത്രമാണ് ആസ് എ ഒരു ബ്രില്യൻ ട്രേഡർ ചെയ്യേണ്ട മെയിൻ തിങ്. എന്നും ട്രേഡ് ചെയ്യാമെന്നുള്ളതല്ല. സോ ഇത്രയും ദിവസം നമ്മൾ പേഷ്യൻസോടുകൂടി ട്രേഡിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ട്രേഡ് നല്ലൊരു ട്രേഡായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിലും, ഒരു വോൾട്ടൈൽ മൂവ്മെൻറ്റ് വരും മാർക്കറ്റിന്. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും, ദാറ്റ് ഷുവർ. സോ ബട്ട് മാർക്കറ്റ് ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. കാരണം എന്താ പറയുക, നമ്മൾ ഒരു ആസ് എ ട്രേഡർ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, മാർക്കറ്റ് ഇതൊരു റെസിസ്റ്റൻസ് ആണെന്ന് നോക്കി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, ഇമാജിൻ ചെയ്യുക. സോ ഈ റെസ്റ്റ് ലൈക്ക് എ ഡോർ, ഈ ഡോറിൽ ഒരുപാട് വട്ടം ഈ ഡോറിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ആ ഡോറിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞു വരും. എന്നിട്ട് ആ ഡോറ് പൊട്ടും, മുകളിലോട്ട് നല്ല സ്പീഡിൽ മൂവ് ചെയ്യും. സോ 26,000 ഈസ് ലൈക്ക് എ വാൾ, അല്ലെങ്കിൽ ഒരു ഡോറായിട്ട് ആക്ട് ചെയ്യാണ്. മുകളിലോട്ട് കയറാൻ മാർക്കറ്റിനെ സമ്മതിക്കുന്നില്ല. സെയിം തിങ് താഴെ ആയിട്ട് ചെയ്യുന്നുണ്ട്. 25,900 ഒരു സപ്പോർട്ടിനെ ഒരുപാട് വട്ടം വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സപ്പോർട്ട് വീക്കാവും, അപ്പം താഴോട്ട് വീഴും. ഓക്കെ, സോ 24,900 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ടിനെ 25,900 ഒരുപാട് വട്ടം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, താഴോട്ട് വീഴുന്നില്ല. മാർക്കറ്റ് പിന്നെയും മുകളിലോട്ട് പോകുന്നു 26,000 ആ സോണിൽ പോകുന്നു, മാർക്കറ്റ് തട്ടി താഴോട്ട് വീഴുന്നു. ഒരു 100 പോയിൻറ്റ്സിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്. നമ്മൾ ഈ ഓപ്ഷൻ ചെയിൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ദ മേജർ റെസിസ്റ്റൻസ് ഇൻ 26,000 ആൻഡ് സപ്പോർട്ട് ഇൻ 25,900. 25,900-നും 26,000-നും ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കണ്ടോ, 25,953 ഈ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ നമ്മൾ വെയിറ്റ് ചെയ്യണം ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സൈഡിലോട്ട് ട്രേഡ് എടുക്കാം. ബട്ട് സ്റ്റിൽ ഒരു എന്താ പറയുക, ലൈക്ക് ഒരു ടൈഗറിനെ പോലെയൊക്കെ നമ്മൾ പറയത്തില്ലേ, പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യണം. വി ഷുഡ് വെയിറ്റ് ബിക്കോസ് ഈ ഒരു റേഞ്ചിൽ നമുക്ക് എന്തായാലും ട്രേഡ് ചെയ്യാൻ കഴിയത്തില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. ആൻഡ് നമുക്ക് നാളത്തേക്ക് 1-2 ട്രേഡ്സ് ഞാൻ ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ഒരു മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ട്രെൻഡ് മുകളിലോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. സോ ട്രെൻഡ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുക. ആൻഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമ്മളിന്ന് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്പെക്റ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് മുകളിലോട്ട് നമുക്ക് നോക്കാം, മുകളിലോട്ട് പോവോ ഇല്ലയോ എന്ന്. ആൻഡ് ഫൈനലി നമ്മുടെ കെയ്ൻസ് സ്ട്രെങ്ത്ത് എടുക്കുന്നുണ്ട് കെയ്ൻസിൽ. ഓക്കെ, സ്ട്രെങ്ത്ത് കെയ്ൻസ് ബൈയിങ് അതിനകത്ത് നടന്നു വരുന്നുണ്ട്. സോ കെയ്ൻസ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചോ. വെരി നെക്സ്റ്റ് ഡേ ഞാൻ കെയ്ൻസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. എൻട്രി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ എൻട്രി എടുക്കാം. ഓക്കെ, ആൻഡ് ഇന്ന് ഡിവിസ് ലാബ്
കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിനകത്ത് ഗ്രൂപ്പിൽ ഡിവിസ് ലാബ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിവിസ് ലാബ് ഒരു അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. സോ നൈസ്. ഡിവിസ് ലാബ് നല്ലൊരു ഹെവി മൂവ്മെൻറ്റ്, ഏകദേശം നമ്മൾ ഈ റേഞ്ചിൽ നിന്നാണ് ട്രേഡ് കൊടുത്തത്. അത് നല്ല ഒരു ഏകദേശം 300-400 പോയിൻറ്റ്സ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ട് വന്ന് ക്ലോസ് ചെയ്തു. ഡിവിസ് ലാബ് 2 ദിവസം മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ വീണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിവിസ് ലാബ്. ടാറ്റ പവർ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാറ്റ പവറിനെ വാച്ച് ചെയ്യാൻ. സോ ടാറ്റ പവർ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാറ്റ പവർ ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ടാറ്റ പവർ ഞാൻ ഇന്നലെ ടാറ്റ പവറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ടാറ്റ പവർ ആഡ് ചെയ്ത് വെക്കാൻ ടാറ്റ പവർ ഇന്നലെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. ടാറ്റ പവർ കണ്ടോ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്തിട്ടുണ്ട്. ടാറ്റ പവർ ഫർദർ മൂവ്മെൻറ്റ് വരും. സോ നിങ്ങൾ വാച്ച് ചെയ്യുക. സോ നമ്മുടെ നിഫ്റ്റിയിലോട്ട് തന്നെ തിരിച്ചു വരാം. നിഫ്റ്റി ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യട്ടെ. 26,000 ഒന്നുകിൽ മുകളിലോട്ട് അല്ലെങ്കിൽ 25,900 താഴോട്ട്. അതുവരെ നമുക്ക് ട്രേഡൊന്നും നിഫ്റ്റിയിലില്ല, നത്തിങ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി ഈസ് ഓൾസോ സെയിം 60,879 ആൻഡ് 60,450. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ ബാങ്ക് നിഫ്റ്റിയിലില്ല. നമ്മളിവിടെ നോക്കിയാലും ബാങ്ക് നിഫ്റ്റിയുടെയും കാണാം. ബാങ്ക് നിഫ്റ്റിയുടെ ജസ്റ്റ് ചാർട്ട് എടുത്ത് വെച്ച് നോക്കിയാൽ ഒന്ന് കാണാൻ പറ്റുന്നേ ഉള്ളൂ. 60,000 ആണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് 61,000. ഈ റേഞ്ചിലാണ്. എൻ്റെ കസ്റ്റമർ റേഞ്ചും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. സെയിം തന്നെയാണ്. സോ കസ്റ്റമർ റേഞ്ചിലിട്ട് നോക്കിയാൽ നമുക്ക് ഒന്നും കൂടെ അത് മനസ്സിലാവും. ആൻഡ് ഇങ്ങനെ നോക്കിയാലും ചേഞ്ച് ഇൻ OA നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 60,000 ഒരു സപ്പോർട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. തൊട്ട് താഴെ 60,500 സപ്പോർട്ട് തന്നെയാണ്. റെസിസ്റ്റൻസ് 61,000. ഇതിൻ്റെ ഇടയിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം. ആ റേഞ്ചിലാണ് 60-ൻ്റെയും 61-ൻ്റെയും ഇടയ്ക്കാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകാൻ കഴിയുന്നില്ല, നിഫ്റ്റിക്ക് മുകളിൽ താഴോട്ട് പോകാൻ കഴിയുന്നില്ല. ഇത് രണ്ടും സൈഡ് വേസിലാണ് മാർക്കറ്റ്. സോ സൈഡ് വേസ് മാർക്കറ്റ് നമ്മളെപ്പോലുള്ള ബയ്യറിനുള്ളതല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഹെഡ്ജ് ചെയ്യണം. ഏതെങ്കിലും ഹെഡ്ജിങ് ആയിട്ടുള്ള സെല്ലിങ് നിങ്ങൾ ചെയ്തു നോക്കണം. ഇന്ന് നമുക്ക് ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു നെക്കഡ് ബയ്യറിന് പറ്റിയ മാർക്കറ്റില്ല. പ്ലീസ് സ്റ്റേ അവേ ഫ്രം ദ മാർക്കറ്റ് ആൻഡ് വാച്ച് ദ ലെവൽസ്. ഓക്കെ. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.